മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. തർക്കം കോട്ടയത്തെ കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. വേണ്ടിവന്നാൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ മാറ്റാനും ആവശ്യപ്പെട്ടേക്കാം. അല്ലമീൻ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഇന്നലെ തന്നെ പി ജെ ജോസഫ് വച്ച നിർദ്ദേശങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. കോട്ടയത്ത് മറ്റൊരു സ്ഥാനാർത്ഥി, അത്തരത്തിൽ ഇടുക്കിയിലേക്കും കോട്ടയത്ത് ഉമ്മൻചാണ്ടിയെ നിർത്തുക, ഇടുക്കിയിൽ പൊതുസമ്മതനായ മറ്റൊരു സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിൻ്റേത് നിർത്തുക എന്നത്. എന്നാൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം തന്നെ കോട്ടയത്ത് ഉണ്ടായിക്കഴിഞ്ഞതിനാൽ അതിന് ചില തടസ്സങ്ങളുണ്ടായെന്നൊരു നിലപാട് ഇന്നലെ കോൺഗ്രസ് സ്വീകരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വേണ്ടി വന്നാൽ അത്തരത്തിലേക്ക് കൂടി ചിന്തിക്കാം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണോ കോൺഗ്രസ്? അനുജ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുൻതൂക്കം നഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇടതുപക്ഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് ഒരു പടിയെങ്കിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയം പോലും ഇതുവരെ പൂർത്തിയാക്കാനാകാത്ത വിധം ഒരു ആശങ്കയും ഒരു ചർച്ചകളും പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇതിനിടെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ തർക്കങ്ങൾ മൂർജിച്ചൊരു പൊട്ടിത്തെറിയുടെ അവസ്ഥയിലേക്ക് മാറി നിൽക്കുന്നത്. മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിലെ ആഭ്യന്തര തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തുചാടി ഒരു അട്ടിമറി നീക്കത്തിലൂടെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കെ എം മാണിയുടെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ ഒരു അതൃപ്തി നേരത്തെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കണ്ട എന്ന് കരുതി അവർ തുറന്നു പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രതികരണം കെ എം മാണിയോട് നടത്തുകയോ ചെയ്തിരുന്നില്ല. പി ജെ ജോസഫിന്റെ ഈ പരാതികളും പരിഭവങ്ങളും നേതാക്കൾ കേൾക്കുമ്പോഴും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കണ്ട എന്നുള്ള നിലപാടിലാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് നേതൃത്വം പോകാതിരുന്നത്. ഒരു താൽക്കാലിക പരിഹാരം, താൽക്കാലിക വെടിനിർത്തൽ എന്ന നിലയിലാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫുമായി ചർച്ച നടത്തിയതും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ ആരാഞ്ഞതും. പക്ഷേ ഇന്നലെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ചർച്ചയായി. ഈ ചർച്ചയിലാണ് കോട്ടയത്ത് ഉണ്ടായ തർക്കം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് വിശദീകരണം ആരാഞ്ഞു. എന്താണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം ആരാഞ്ഞതായാണ് ലഭിച്ച സൂചനകൾ. ഈ ചർച്ചയിൽ കേരള കോൺഗ്രസിൻ്റെ നിലപാടിനോട്, ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങളോട് കടുത്ത അതൃപ്തി തന്നെയാണ് നേതാക്കൾ ഒന്നടങ്കം പ്രകടിപ്പിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ തർക്കം ഉടലെടുത്തപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സമീപനം കേരള കോൺഗ്രസ് എമ്മിലെ ആഭ്യന്തര പ്രശ്നമാണ്, അതിൽ തങ്ങൾ തലയിടേണ്ട കാര്യമില്ല, കേരള കോൺഗ്രസ് എം തന്നെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നുള്ള നിലയിലായിരുന്നു ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഇനി അത്തരത്തിലൊരു മൃദു സമീപനം ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിനകത്ത് തന്നെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ, തോമസ് ചാഴിക്കാടൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരാതികളുണ്ട്, ആശങ്കകളുണ്ട്. കോട്ടയം DCCയും പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം തന്നെ ഇതിനോടുള്ള അതൃപ്തി ഇതിനോടകം പരസ്യമായി പോലും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജെ ജോസഫ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വിജയിക്കുക എന്നുള്ളത് എത്ര കണ്ട് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ കടുത്ത ആശങ്ക നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, ഈ തർക്കങ്ങൾ കോട്ടയത്തെ മാത്രമല്ല സമീപ മണ്ഡലങ്ങളായ ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും വിജയ സാധ്യതയെ വരെ ബാധിച്ചേക്കാമെന്നൊരു കണക്കുകൂട്ടലും നിർദ്ദേശങ്ങളുണ്ട്. നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശിവാവതി വിശ്വാസക്കാരനാണ്. തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അല്ലമീൻ തുടരുന്നുണ്ട്. അല്ലമീൻ, ഇപ്പോഴും പി ജെ ജോസഫ് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ തോമസ് ചാഴികാടൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രാഥമികമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി, പക്ഷേ അത്ര സജീവമായിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ട് തന്നെയാകാമോ അദ്ദേഹം അത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? എങ്കിൽ പോലും ഇനിയും ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിനൊക്കെ മാണി തയ്യാറാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം അത്തരത്തിലൊരു കീഴടങ്ങലിന് കെ എം മാണി തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് നിർണായകം. മാത്രമല്ല, അങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചാൽ തന്നെ കെ എം മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കൾ സ്വീകരിക്കാനിടയുള്ള ഒരു സമീപനം, ഇത് കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ട സീറ്റാണ് കോട്ടയം. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിലേക്ക് മറ്റു കക്ഷികൾ തലയിടണ്ട എന്നൊരു നിർദ്ദേശം ഒരുപക്ഷേ മാണി മുന്നോട്ട് വയ്ക്കും. ഒരുപക്ഷേ അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. ആ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ അധികം ഇടപെടാതെ നേതാക്കളെ
വ്യക്തിപരമായി വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള രമ്യമായ പരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൈക്കൊണ്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചൊരു പരിഹാര മാർഗ്ഗം കോട്ടയം ഇടുക്കി സീറ്റുകൾ വെച്ച് മാറുക എന്നുള്ളതാണ്. അതുപോലും അപ്രായോഗികമാണ് എന്നാണ് നേതാക്കൾ പറഞ്ഞത്. അതിനുള്ള കാരണവും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കെ എം മാണിയോട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞാലുണ്ടാകുന്ന കൂടുതൽ സങ്കീർണതകൾ, നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന, കൂടുതൽ വഷളാകുന്ന, കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രമല്ല മുന്നണിയെ തന്നെ, കോൺഗ്രസിനെ തന്നെ അപ്പാടെ ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഈ ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നീങ്ങുന്നത്. എന്നാൽ ഈ ഒരു മൃദു സമീപനം ഇനിയും വേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ തർക്കങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതുൾപ്പെടെ, മാത്രമല്ല മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്.